നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശനും മന്ത്രിമാരുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത ആ ദിവസം കെ.സി. വേണുഗോപാലിൻ്റെ മുഖഭാവം നമ്മൾ കണ്ടതാണ്. ഒട്ടും സന്തോഷമില്ല എന്ന് മാത്രമല്ല, പലതും ആ മുഖത്ത് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് കെ.സി. വേണുഗോപാൽ പറഞ്ഞു, എന്നെ പിച്ച് ചീന്തിയില്ലേ? ആ ചോദ്യം മാധ്യമപ്രവർത്തകരോടായിരുന്നില്ല, മറിച്ച് സതീശനോടും കൂട്ടാളികളോടും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ പലവിധ ചർച്ചകൾ ഉയരുന്നു. എത്ര കാലം സതീശന് കസേരയിലിരിക്കും? ചിലർ പറയുന്നു ഒരു പതിറ്റാണ്ടെങ്കിലും ഇനി സതീശൻ ആ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമെന്ന്. മറ്റു ചിലർ പറയുന്നു ഏറിയാൽ 6 മാസം. അതിന് അവർ നിരത്തുന്ന ചില കാരണങ്ങളുണ്ട്. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമില്ലാതെയാണ് ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ പ്രവർത്തിച്ചപ്പോഴൊന്നും കോൺഗ്രസ് നേതാക്കളെയും മറ്റ് എം.എൽ.എമാരെയും ഒപ്പം നിർത്താനെന്ന് സതീശന് കഴിഞ്ഞിരുന്നില്ല. കെ.സി. വേണുഗോപാലിന് എങ്ങനെ ഇത്രയധികം ജനപ്രതിനിധികളുടെ പിന്തുണ കിട്ടി? അതിനു പിന്നിൽ ഒരൊറ്റ കാരണം, ഇക്കുറി എം.എൽ.എമാർക്ക് സീറ്റ് നൽകണമെങ്കിൽ കെ.സി. വേണുഗോപാൽ കനിഞ്ഞനുഗ്രഹിക്കണം. മിക്കവാറും പുതുമുഖങ്ങളാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ 2ാം ഭരണ കാലഘട്ടത്തിൽ വെറും 41 എം.എൽ.എമാർ മാത്രമാണ് UDF-നുണ്ടായിരുന്നത്. ആ എണ്ണമാണ് ഇപ്പോൾ 102-ൽ എത്തി നിൽക്കുന്നത്. 41 എം.എൽ.എമാരിൽ എൽദോസ് കുന്നപ്പള്ളിയെ വെട്ടി. പ്രതിപക്ഷ നേതൃസ്ഥാനം കയ്യിൽ നിന്ന് പോയതോടെ ചെന്നിത്തലയ്ക്ക് അത്ര വലിയ പിന്തുണയൊന്നും എം.എൽ.എമാരിൽ നിന്ന് ലഭിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ 8-9 എം.എൽ.എമാർ കട്ടയ്ക്ക് നിന്നു. കെ.സി. വേണുഗോപാലിന് ഏകദേശം 43 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞു. സതീശനാവട്ടെ വളരെ കുറഞ്ഞ പിന്തുണ മാത്രം. എന്തെങ്കിലും വിവാദങ്ങളിൽ ചെന്ന് ചാടിയാൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് പറയും. ഈ വെല്ലുവിളിയാണ് എപ്പോഴും സതീശന് മുന്നിൽ. ഇതറിഞ്ഞ് കളപറിഞ്ഞ് തന്നെയാണ് കെ.സി. വേണുഗോപാൽ കരുക്കൾ നീക്കുന്നത്. കെ.സിയുടെ ക്യാമ്പ് മാനേജർ A.P. അനിൽകുമാറും മാത്യു കുഴൽനാടനുമൊക്കെ സജീവമായി കരുക്കൾ നീക്കുന്നു. അധികാര കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുക ഒരു സ്വാഭാവിക പരിണിതിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ അധികാരം പേറി നിൽക്കുന്ന വി.ഡി. സതീശനിലേക്ക് കൂടുതൽ ജനപ്രതിനിധികൾ ആകർഷിക്കപ്പെടില്ലേ? വി.ഡി. സതീശന് നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ.സി. പക്ഷത്ത് നിൽക്കുന്ന പല എം.എൽ.എമാരെയും മന്ത്രിമാരെയും തൻ്റെ പക്ഷത്തെത്തിക്കണം. മന്ത്രിസഭ രൂപീകരണ ചർച്ചകളിൽ അന്ന് കട്ടയ്ക്ക് കെ.സി. ഇടപെട്ടു. തൻ്റെ ഗ്രൂപ്പിന് മന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യം ഒപ്പിക്കാൻ കെ.സിക്ക് കഴിഞ്ഞു. 8 മന്ത്രിമാരെ കെ.സിക്ക് തൻ്റെ പക്ഷത്ത് നിന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. ഇവിടെയാണ് ഇപ്പോൾ ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിനെ നിയമിക്കുമ്പോൾ കെ.സി. ഒരു വാക്ക് വാങ്ങിയിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി കസേര താൻ ആഗ്രഹിക്കുന്നുവെന്നും അപ്പോൾ ഉറച്ച പിന്തുണ നൽകണമെന്നുമാണ് സണ്ണി ജോസഫിനോട് കെ.സി. വേണുഗോപാൽ പണ്ട് ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുമായി പ്രത്യേകിച്ച് AICC സംവിധാനവുമായി അടുത്തു നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കെ.സിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഡൽഹിയിൽ വലിയ അധികാര കേന്ദ്രം തന്നെയാണ്. ആ അധികാര സ്വാധീനം ഉപയോഗിച്ചാണ് കൂടുതൽ ജനപ്രതിനിധികളെ കെ.സി. വേണുഗോപാൽ ഒപ്പം നിർത്തിയിരിക്കുന്നതും. മന്ത്രിസഭാ വികസനം ഇപ്പോൾ പൂർത്തീകരിച്ചു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിവലി കൂടിയപ്പോൾ വലിയ ചെളിവാരിയെറിയലാണ് ആ കാലയളവിൽ നടന്നത്. ഇത് കെ.സിയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു. തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ വി.ഡി. സതീശനാണ് എന്ന പക ഇപ്പോഴും കെ.സി മനസ്സിൽ പേറുന്നു. ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണ ഉറപ്പിച്ചു. ഹൈക്കമാൻഡിൻ്റെ പരിപൂർണ പിന്തുണ. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ തനിക്കൊരു എതിരാളിയാവില്ല എന്നാണ് കെ.സി കരുതിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മുഖ്യമന്ത്രിയാവാൻ തനിക്കൊപ്പം നിൽക്കുമെന്ന് കെ.സി കണക്കുകൂട്ടി. ഇതിനിടയിൽ നമ്മൾ A.K. ആൻ്റണിയുടെയും VM സുധീറിൻ്റെയും ഒക്കെ പേരുകൾ കേട്ടു. മുസ്ലിം ലീഗ് കട്ടയ്ക്കിടപെടുന്ന കാഴ്ചയും കണ്ടു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാകുമ്പോൾ സണ്ണി ജോസഫിനെ ഏറെ ഒതുക്കിക്കൂട്ടിയ കാഴ്ച. ഇതിന് പിന്നിൽ ഒരു പകപോക്കലുണ്ട്. ആ പകപോക്കലാവട്ടെ ചതിയിൽ നിന്നുണ്ടായത്. കെ.സി. വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് ആരും അറിയാതെ പിന്നിൽ നിന്ന് പാര പണിത ഒരു കഥാപാത്രമാണ് സണ്ണി ജോസഫ് എന്ന സംസാരം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വ്യാപിക്കുന്നു. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പരസ്യ നിലപാടെടുത്ത KPCC അധ്യക്ഷൻ, എന്നാൽ യഥാർത്ഥത്തിൽ വേണുഗോപാലിനെ പിന്നിൽ നിന്ന് കുത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേരാവൂർ MLA ആണ് സണ്ണി ജോസഫ്. തൊട്ടടുത്ത മണ്ഡലമാണ് ഇരിക്കൂർ. കെ.സി. വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണം.
ഇരിക്കൂറിൽ നിന്ന് KC വേണുഗോപാൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് ഹൈക്കമാൻഡ്, പ്രത്യേകിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സണ്ണി ജോസഫിനോട് ചോദിച്ചു. KCക്ക് വേണ്ടി KCയുടെ വിശ്വസ്തൻ സജീവ് ജോസഫ് തൻ്റെ മണ്ഡലം വിട്ടുകൊടുക്കുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം. എന്നാൽ സണ്ണി ജോസഫ് AICCക്ക് നൽകിയ ഒരു റിപ്പോർട്ട് അത് അക്ഷരാർത്ഥത്തിൽ ഖാർഗെയെ പോലും ഞെട്ടിച്ചു. ഇരിക്കൂറിൽ KC വേണുഗോപാൽ മത്സരിക്കാനിറങ്ങിയാൽ ജനം തോൽപ്പിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫിൻ്റെ റിപ്പോർട്ട്. KC വേണുഗോപാലിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പാരയാണ് ചുരുക്കത്തിൽ സണ്ണി ജോസഫ് അങ്ങ് ഡൽഹിയിൽ വെച്ച് കൊടുത്തത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ കടുത്ത ചർച്ചകൾ തുടരവേ മല്ലികാർജുൻ ഖാർഗെ സണ്ണി ജോസഫിനെ ബന്ധപ്പെടുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇരിക്കൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നടന്നാൽ കോൺഗ്രസ് വിജയിക്കുമോ എന്ന ചോദ്യം. ഒരിക്കലുമില്ല എന്ന മറുപടി. കാര്യങ്ങൾ കൈവിട്ട് നിൽക്കുകയാണ് കേരളത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് സണ്ണി ജോസഫ് AICC നേതൃത്വത്തെ അറിയിച്ചു. ഇരിക്കൂറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ KC വേണുഗോപാൽ തോൽക്കും എന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചതങ്ങനെ. UDFിൻ്റെ വിജയസാധ്യതയെ തകിടം മറിക്കുന്ന നിരവധി പ്രാദേശിക ഘടകങ്ങൾ അവിടെയുണ്ട് എന്ന് സണ്ണി ജോസഫ് AICCക്ക് നൽകിയ മറുപടിയിലുണ്ട്. പ്രത്യേകിച്ച് സാമുദായിക ഘടകങ്ങൾ. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് സജീവ് ജോസഫ്. KC ഇരിക്കൂർ പോലൊരു മണ്ഡലത്തിലെത്തിയാൽ ഏറെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ന്യൂനപക്ഷം KCക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന നിലപാടാണ് സണ്ണി എടുത്തത്. AICCയിൽ ഓർഗനൈസേഷൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പ്രയാസമൊന്നുമില്ല. ചുരുക്കത്തിൽ തൻ്റെ മുഖ്യമന്ത്രി പദം തെറിക്കാൻ കാരണം മറ്റാരുമല്ല, സാക്ഷാൽ സണ്ണി ജോസഫാണ് എന്ന് KC തിരിച്ചറിഞ്ഞു. ഇതോടെ കടുത്ത പകയായി KCക്ക് സണ്ണിയോട്. ഒരു വശത്ത് തനിക്ക് പിന്തുണ നൽകി ചിരിച്ചൊപ്പം നിൽക്കുന്നു, മറുവശത്ത് ഉഗ്രൻ പാരപണിയും. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും പ്രധാന വകുപ്പ് സണ്ണി ജോസഫിന് നൽകണം എന്ന് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും നിശ്ചയിച്ചിരുന്നു. KC വേണുഗോപാൽ ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ എതിർപ്പൊന്നും പറഞ്ഞില്ല. AICC അംഗീകരിച്ച പ്രാഥമിക പട്ടികയിൽ സണ്ണി ജോസഫിനാണ് റവന്യൂ വകുപ്പ് മാറ്റിവെച്ചത്. പ്രത്യേകിച്ചൊരു KPCC അധ്യക്ഷന് വകുപ്പ് നൽകുമ്പോൾ ഏറ്റവും പ്രധാന വകുപ്പ് നൽകണമല്ലോ. ഏറ്റവും ഒടുവിൽ ഗവർണർക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ അടങ്ങിയ പട്ടിക കൈമാറുമ്പോൾ സണ്ണി ജോസഫിന് വകുപ്പ് മാറ്റം. എങ്ങനെയാണ് ഇത്തരമൊരു അട്ടിമറി നടന്നത്? അവസാന നിമിഷം മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു ഫോൺ കോൾ സതീശനെത്തി എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. അതിന് പിന്നിൽ KCയാണ് കളിച്ചത്. സണ്ണി ജോസഫിൽ നിന്നും റവന്യൂ വകുപ്പ് അടിയന്തരമായി ഏറ്റെടുക്കണമെന്നും അത് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന് നൽകണമെന്നും KC ശഠിച്ചു. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് തന്നെ നൽകണമെന്ന സതീശനും ചെന്നിത്തലയുമൊക്കെ ശക്തമായി വാദിച്ചുവെങ്കിലും സണ്ണിക്ക് റവന്യൂ ലഭിച്ചില്ല. KC ഡൽഹിയിലിരുന്ന് കരുക്കൾ നീക്കി സണ്ണി ജോസഫിനെ വൈദ്യുത മന്ത്രിയാക്കി. നേരത്തെ K മുരളീധരന് വൈദ്യുതി വകുപ്പ് കൊടുത്തപ്പോൾ ആ വകുപ്പ് സ്വീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന പരസ്യ നിലപാട് K മുരളീധരൻ കൈക്കൊണ്ടിരുന്നു. KPCC പ്രസിഡന്റിനെ അപ്രധാന വകുപ്പ് നൽകി ഒതുക്കി KC വേണുഗോപാൽ എന്ന് വ്യക്തം. അങ്ങനെ വർക്കിംഗ് പ്രസിഡന്റായ AP അനിൽകുമാറിന് റവന്യൂ, വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരിക വകുപ്പുകൾ. ഭരണത്തിൽ ഒട്ടും തിളങ്ങാൻ കഴിയാത്ത വകുപ്പാണ് KPCC അധ്യക്ഷന് നൽകിയത്. ഇപ്പോൾ സണ്ണി ജോസഫ് പൂർണ്ണമായി സതീശൻ പക്ഷത്തേക്ക് ചാഞ്ഞു. ഇപ്പോൾ KC പക്ഷത്തുള്ള പല മന്ത്രിമാരെയും തൻ്റെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് VD. മറുവശത്ത് ജനപ്രതിനിധികളിൽ കൂടുതൽ പേരെ തൻ്റെ പക്ഷത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരെയും ഒരുപോലെ നിർത്തി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ആ ചോദ്യത്തിനിടയിലാണ് ഇപ്പോൾ ആദ്യ ക്യാച്ച് സണ്ണി ജോസഫിലൂടെ സതീശൻ നേടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.